നമ്മുടെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവിൻ്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അവിടെ മുതൽ വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിൻ്റെ കവറുടമേ സ്വസ്തി, ഇവിടെയാണ് കുർബാനക്കടം വീടുക. സുവിശേഷവായനയാകുമ്പോൾ വന്നു കഴിയുമ്പോൾ മംഗളവാർത്തയുടെ ഭാഗം കുർബാനയിൽ നിന്ന് വിട്ടുപോയി. അത്യുന്നങ്ങൾ ദൈവത്തിന് സ്തുതി. കാഴ്ചവെപ്പ് വരുമ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പ്രഘോഷണം വിട്ടുപോയി. കുർബാന പൂർണ്ണമാകണോ ആദ്യ അവസാനം നമ്മൾ പങ്കെടുക്കണം. പങ്കെടുക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് മാറുക, അനുഭവമായിട്ട് മാറുക. അറ്റവും മുറിയും കണ്ടിട്ട് കുർബാന അർപ്പിച്ചു എന്ന് പറയല്ല, കുർബാന ഒപ്പിച്ചു എന്നേ പറയാവുള്ളൂ. അർപ്പിക്കണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ. നമുക്കറിയാം, അവസാനത്തെ പ്രാർത്ഥന പുരോഹിതന് ഒറ്റയ്ക്കല്ലാണ്ട് പ്രാർത്ഥനയാണ്. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. വൈദികൻ വിട പറയുമ്പോൾ ജനം ഹൃദയത്തിൽ മൗനമായി വിട പറയുന്നതാണല്ലോ വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന. ആദ്യ അവസാനം പങ്കെടുത്ത് മൗനമായി വിട പറഞ്ഞ് കുടുംബങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ്. അവിടെയാണ് ബലിയർപ്പണം അർത്ഥപൂർണമായിട്ട് മാറുക. 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഒരച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുത്തു. ഗതികേടിൻ്റെ അതൊരു ഒടിഞ്ഞ തിരുവോസ്തിയായിരുന്നു. സാധാരണ അമ്മച്ചിമാർ കയ്യിൽ മേടിച്ച് നക്കിയെടുക്കും, അല്ലെ കൈ മേടിച്ച് പൊക്കിയെടുത്ത് നാക്കയെ വെക്കും, അല്ലെ നാക്കയെ സ്വീകരിക്കും. അമ്മച്ചിയുടെ കൈക്കകം കണ്ടാൽ കുരിശുപള്ളിയുടെ നട പോലെ തൊലി ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. ഈ തിരുവോസ്തി കിട്ടിയപാടെ അമ്മച്ചി കുർബാനയെ നോക്കി, അച്ഛനെ നോക്കി, ഒന്നുകൂടെ നോക്കി. എന്നിട്ട് അച്ഛാ, ഇതങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് വർക്കത്തുള്ള ഒരു കർത്താവിനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കാരണം കുർബാനയുടെ വർക്കത്ത് വരുന്ന ലോകം ശ്രദ്ധിക്കുന്ന ലോകമാണ്. ഇടവകയെ നമ്മൾ സ്നേഹിക്കണം. ഇട ദിവസങ്ങളിൽ എവിടെ പള്ളിയിൽ പോയാലും ഞായറാഴ്ച സ്വന്തം പള്ളിയിൽ ദൈവം തന്ന ഇടയനൊപ്പം ദൈവം തന്ന അജഗണത്തിനൊപ്പം ഒരുമിച്ച് വന്ന് ദേവാലയത്തിൽ ബലി അർപ്പിക്കണം. പള്ളിയുടെ ഓരോ കാര്യങ്ങളിലും സജീവമായി എൻ്റെ സഹകരണം ഉണ്ടാകണം. കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാനൊരു മുഴുത്ത വീട് പണിതെങ്കിൽ എൻ്റെ പള്ളിക്ക് ഒരു കുറവും വരാത്തതുപോലെ പള്ളിക്കും എനിക്കാകുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ദേവാലയത്തിനും കൊടുക്കും. അത് കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ കൂട്ടായ്മകളെ നമ്മൾ സ്നേഹിക്കണം. ഇടവ കൂട്ടായ്മകളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കണം. അതിൻ്റെ ഭാഗമാണ് ഇടവകയിലെ അച്ഛനെ സ്വന്തം മകനെ പോലെ കാണണം. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ 3 പ്രാവശ്യമേ പള്ളിയിൽ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ വചനത്തിന് ആഴം പഠിക്കാത്തവർ ചുമ്മാ പേരിന് പോയി. പക്ഷെ ആഴം പഠിച്ചവർ അൾത്താര, ബലി, കുർബാന അർപ്പണം അതിന് ഒന്നിന് കൊടുക്കും. വചനത്തെ ധ്യാനിക്കണം, വചനത്തെ മാംസം ധരിക്കണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ശ്രവിച്ച വചനത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വാക്കാണ് വചനം മാംസം ധരിച്ചു. പാപത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അല്പം കൂടെ പാപത്തോട് വിട പറയുമ്പോൾ വചനം മാംസം ധരിച്ചു. നമ്മൾ കുടുംബത്തെക്കുറിച്ച് ശ്രവിച്ചു. അല്പം കൂടെ പ്രാർത്ഥനാപൂർവം കുടുംബത്തെ നയിക്കുമ്പോൾ വചനം മാംസം ധരിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അല്പം കൂടെ ദൈവസ്നേഹ അനുഭവത്തിൽ നമ്മൾ വളരുമ്പോൾ വചനം മാംസം ധരിച്ചു. അവിടെ നമുക്ക് ആനന്ദിക്കാൻ പറ്റും. അപ്പസ്തോലന്മാർ തന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം. വചനത്തെ നമ്മൾ സ്നേഹിക്കണം, വചനത്തെ നമ്മൾ ധ്യാനിക്കണം, വചനത്തെ നമ്മൾ സ്വീകരിക്കണം, വചനത്തെ നമ്മൾ മാംസം ധരിക്കണം. ഇന്ന് വചന ആഭിമുഖ്യം പലതും ചെയ്യുന്ന കാലമാണ്. വചനം എന്താണ്? വചനം ഒരു പ്രാവാണ്, നമ്മുടെ ഹൃദയം ഒരു വീടാണ്. വചനം ഒരു പ്രാവാണ്, ഹൃദയം ഒരു വീടാണ്. ഹൃദയമെന്ന വീടിൻ്റെ ഭിത്തിയിൽ വചനമെന്ന പ്രാവ് വന്ന് ചിറകടിക്കും. ചിറകടിക്കുമ്പോൾ തുറക്കാതെ അടച്ചിട്ടാൽ പിന്നെയും പ്രാവ് ശബ്ദം വെക്കും. തുറന്നു കൊടുത്താൽ അകത്ത് കയറി കുറുകിക്കൊണ്ടിരിക്കും. തുറന്നാലും പ്രശ്നം, അടച്ചാലും പ്രശ്നം. ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം നിങ്ങളിൽ സംഘർഷം ജനിപ്പിക്കും. ഈ വചനം 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു. ഈശോയുടെ വചനം 3 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ 3ആയിട്ടാണ് മുറിക്കുക. 1, ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ 82%. 2, ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. 3, ശാസിക്കുന്ന വചനങ്ങൾ 7%. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ 82%. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല,
എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, എൻ്റെ പൊന്നോമനക്കൂട്ടൻ. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ 82%, ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. ഒരു കരണം തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക. ഉപദേശിക്കുന്ന വചനങ്ങൾ 11%, ശാസിക്കുന്ന വചനങ്ങൾ 7%. അണലി സന്തതികളെ, വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുക. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം, രണ്ടാമത് ഉപദേശം, മൂന്നാമത് ശാസന. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുക, തമ്പുരാൻ്റെ വചനം സംസാരിക്കുക. ഇന്ന് ഒരു ബൈബിൾ ആഭിമുഖ്യം എല്ലാവരിലും വളർന്നിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളുടെ വരവിന് ശേഷം ബൈബിൾ ടേസ്റ്റ് ശരിക്കും വളർന്നിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ഒരു വേദപാഠ അധ്യാപകന് നിർബന്ധമാണ് ഞായറാഴ്ചയിൽ കുഞ്ഞുങ്ങൾ ഹാജര് പറയുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വാക്യം പറയണം. പേര് വിളിക്കുമ്പോൾ അവരെഴുന്നേറ്റ് ബൈബിൾ വാക്യം പറഞ്ഞിട്ട് പ്രസൻറ്റ് സാർ എന്ന് പറഞ്ഞിരിക്കണം. 30 കുട്ടികളുണ്ട്. പിള്ളേർ മടുത്തു. എല്ലാ ഞായറാഴ്ച ഈ വാക്യം പറയേണ്ടേ. ഒരുത്തിന് സാറിനോട് ഭയങ്കര അരിശം. കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ സാറ് വിളിച്ചു, തോമസ് ടി എ, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? പ്രസൻറ്റ് സാർ. മേരിക്കുട്ടി മാത്യു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, പ്രസൻറ്റ് സാർ. ഓരോരുത്തരെയും വിളിച്ചു. അവസാനം വിളിച്ചു കുര്യാക്കോസ്. അവൻ പറഞ്ഞു, സാത്താനെ ദൂരെ പോകും, പ്രസൻറ്റ് സാർ. ആരും എങ്ങനെയും എവിടെയും എന്ന് പറയുന്ന കാലം. ഒരു മഠത്തിലൊരു കന്യാസ്ത്രീ അമ്മ, പേര് സാവൂളമ്മ. സാവൂളമ്മയ്ക്ക് നിർബന്ധമാണ് ക്ലാസ്സിലെ 20 കുട്ടികളും ക്ലാസ്സിൽ വചനം പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി പറഞ്ഞു, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? ഇരുന്നു. വേറൊരു കുട്ടി, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. മൂന്നാമതൊരു കുട്ടി പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. നാലാമതൊരുത്തൻ മടുത്തിട്ട് പറഞ്ഞു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവനങ്ങനെ നിന്നാ. നമുക്ക് എങ്ങനെയും പറയാൻ വചനം. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പഠിക്കുക, ആ വചനത്തെ ധ്യാനിക്കുക, അതിനെ സ്വീകരിക്കുക, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സൂക്ഷിക്കുക. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും ബൈബിൾ കാണാപ്പാടവാ. ഒരു വികാരിച്ചൻ പുത്തനായിട്ട് ഒരു പള്ളിയിൽ ചാർജ് എടുത്ത് ചെല്ലുമ്പം ആ പള്ളിയിൽ 10-15 പിള്ളേർ പള്ളിമുറ്റത്ത് ഓടി കളിക്കുക. അച്ഛൻ ഒരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, മോനെ നിൻ്റെ പേരെന്നെ? അവൻ ചോദിച്ചു, അച്ഛാ ഹാജരി ബുക്കിലെ പേര് പറയണോ അതോ ബൈബിളിലെ പേര് പറയണോ? ആദ്യമായിട്ട് ഇങ്ങനെ മറുപടി. അച്ഛൻ പറഞ്ഞു, ഹാജരി ബുക്കിലെ പേര് പറ. അവൻ പറഞ്ഞു, ടി മാത്യു. ബൈബിളിലെ പേര് പറ, 1 പത്രോസ് 2:4. അച്ഛൻ എത്ര നോക്കിയിട്ടും അവൻ്റെ പേരവിടെ കണ്ടില്ല. പിറ്റേ ഞായറാഴ്ച അച്ഛൻ ഇവനെ കണ്ടപ്പം ചോദിച്ചു, നിന്റെ പേര് ചോദിച്ചപ്പോൾ 1 പത്രോസ് 2:4 അതെന്നാ പേരാടാ? അവൻ പറഞ്ഞു, അയ്യോ അച്ഛന് മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടവകയുടെ 1-ാം വാർഡിൽ താമസിക്കുന്ന പത്രോസിൻ്റെ 2-ാം ഭാര്യയിലുള്ള 4-ാമത്തെ മോനാണ് ഞാൻ. 1 പത്രോസ് 2:4. അപ്പം ഇന്ന് ബൈബിൾ പ്രകാരം മനുഷ്യൻ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ലോകത്തിലാണ്. ഇവിടെയാണ് സഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം. പരിശുദ്ധ സഭയിൽ സഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് 1-ാമത്തെ തൂണ്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം. പരിശുദ്ധ അമ്മയോട് വണക്കം, വിശുദ്ധരോട് ആദരവ്, വിശ്വാസം, സുവിശേഷം, ധാർമ്മികത, പാരമ്പര്യം അത് മുറുകെ പിടിക്കുക. ഒപ്പം ദൈവവചനം സഭയോട് ചേർന്ന് പഠിക്കുക, വചനത്തിൻ്റെ ഉപാസകരായി ജീവിക്കുക. എല്ലാം കൂടെ പറയുന്ന വാക്കാണ് 1-ാമത്തെ തൂണ്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം. 2, അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഒരു സഭയാകുന്ന 2-ാമത്തെ ചിറകാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ 2 മേശകളുണ്ട്. 1 വചനത്തിൻ്റെ മേശ, ഇത്. 2 അപ്പത്തിൻ്റെ മേശ, അത്. 2 മേശയ്ക്കിടയിലാണ് നമ്മുടെ ജീവിതം. വചനമേശയുണ്ട്, അപ്പം മുറിക്കുന്ന മേശയുമുണ്ട്. കുർബാന ക്രമത്തിൽ എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന രീതി അതാണ് ദൈവശാസ്ത്രപരമായ ഗതിയായ രീതിയും. സുവിശേഷ പ്രസംഗം വരെ അച്ഛൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ സന്ദേശം പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിനിധി. അതുകൊണ്ട് സുവിശേഷ വായന വരെ ദൈവികമായ കാര്യം അങ്ങോട്ട് പറയും.
സുവിശേഷ പ്രാർത്ഥന കഴിഞ്ഞ് കാഴ്ചവയ്പ് മുതൽ അച്ഛൻ ജനത്തിൻ്റെ പ്രതിനിധിയാണ്. കാഴ്ചവസ്തുക്കളുടെ അച്ഛൻ അങ്ങോട്ട് തിരിയും, നിങ്ങൾക്കൊപ്പം അൾത്താരിയിരിക്കുക, അതിനു മുമ്പ് അൾത്താരിയിൽ നിന്ന് നിങ്ങളിലേക്ക്. അതാണ് കുർബാനയുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനവും ശൈലിയും. ഇപ്പം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ ഊന്നൽ കണ്ടെത്തുക, അപ്പം മുറിക്കൽ ശുശ്രൂഷ. ആദിമസഭയിൽ നമുക്കറിയാം, തിരുസഭയിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആൾക്കൂട്ടം സമൂഹമായത് അപ്പം മുറിച്ചപ്പോഴാണ്. ആൾക്കൂട്ടം സമൂഹമാകുന്നത് അപ്പം മുറിക്കുമ്പോഴാണ്. 5000-ഓളം ആൾക്കൂട്ടം ആണുങ്ങൾ തന്നെ അപ്പം മുറിച്ചപ്പോൾ അവരെ പന്തി പന്തിയായി ഇരുത്തി. ഇന്ന് തിരുസഭയിൽ അപ്പം മുറിക്കുന്നിടത്ത് പന്തി പന്തിയായിരുത്തും. കുറേ പേരെ പന്തി പന്തിയായിട്ട് പഴയടത്തിരുത്തി, കുറേ പേരെ പന്തി പന്തിയായിട്ട് ചെറുവഴിയിലിരുത്തി, വേറെ കുറേ പേരെ പന്തി പന്തിയായി ചെരക്കടവിലിരുത്തും, പന്തി പന്തിയായി ഓരോ ഇടവകയും രൂപതയിലിരുത്തും. ആൾക്കൂട്ടം സമൂഹമാകുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലാണ്. എന്താണ് കുർബാന? അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നതും ആൾക്കൂട്ടത്തിൽ വെളിപ്പെടുന്നതുമാണ് വിശുദ്ധ കുർബാന. ആൾക്കൂട്ടത്തിൽ വെളിപ്പെടും, അപ്പത്തിൽ മറയും. ലൂക്കാസ് വിശേഷം 24:13 മുതൽ വാക്യങ്ങൾ. സമൂഹത്തിൽ എമ്മാവുസിലെ വീട്ടിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ അവനെ കണ്ടില്ല, അപ്പം കണ്ടു. ആൾക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും സമൂഹത്തിൽ മറയുന്നതും വിശുദ്ധ കുർബാന. ഇനി ഈശോ മിശിഹ തൻ്റെ ശാരീരിക സാന്നിധ്യം കൗദാശിക സാന്നിധ്യമായി പഠിപ്പിച്ചത് എമ്മാവുസിലാണ്. തൻ്റെ ശാരീരിക സാന്നിധ്യം കൗദാശിക സാന്നിധ്യമായി ഈശോ പഠിപ്പിച്ചു. ഇനിമേൽ ഈശോ എന്ന് പറയുന്നത് തിരുവോസി വായി വെക്കുമ്പം നാക്കേന്ന് ചോര വരുന്നുണ്ടെന്ന് തപ്പിയിട്ടല്ല, അത് ഈശോ ആണെന്നറിയുന്നത്. അല്ലെങ്കിൽ ഓസി വന്നപ്പം പ്രത്യേകം മണം കിട്ടിയിട്ടല്ല ഈശോ ആണെന്നറിയുന്നത്. അല്ലെ വായിൽ ഓസി വെച്ച ഇറച്ചിയായിട്ടല്ല. അങ്ങനെയല്ല കത്തോലിക്കാ സഭ വളർന്നത്. 2021 വർഷങ്ങളിൽ സഭ വളർന്നത് ഓസ്തി വായി വെച്ച ഇറച്ചിയും ചോരയായിട്ടല്ല. ഇതൊക്കെ വിജാതീയ വികൃത കാഴ്ചപ്പാടുകൾ. ഈ സഭ വളർന്നത് അപ്പത്തിൽ മറഞ്ഞവനെ കണ്ടുകൊണ്ടാണ്. 2021 വർഷങ്ങളിൽ ഈശോ മിശിഹായുടെ സഭ വളർന്നത് തിരുവോസ്തി മാംസമായിട്ടല്ല, അപ്പത്തിൽ സക്രാരിയിൽ മറഞ്ഞവനെ കണ്ടിട്ടാ. അണയാത്ത വിളക്കുണ്ടോ അതിനകത്ത് അവനുണ്ട്. ആ ഒറ്റ ഉറപ്പ്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി. കുർബാനയ്ക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണം. വിശുദ്ധ കുർബാനയിൽ ആദ്യ അവസാനം പങ്കെടുക്കണം. കുർബാനയിൽ ആദ്യ അവസാനം പങ്കെടുക്കണം. ചില ആൾക്കാരുണ്ട്, സുവിശേഷ വായന ആകുമ്പം വരും, കുർബാന കൈക്കൊള്ളുമ്പം പള്ളിയിൽ നിന്ന് ഓടിപ്പോകും. ആദ്യ അവസാനം പങ്കെടുക്കാതെ കുർബാനയിൽ അലസതയോടെ പങ്കെടുക്കുന്നവരുണ്ട്. നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പാടണം, ഒരുമിച്ച് സ്തുതിക്കണം. സജീവമായി ബലിയിൽ നമ്മൾ പങ്കെടുക്കണം, സജീവമായി ബലി അർപ്പണം. കാഴ്ചവെപ്പ് ശുശ്രൂഷയും അതിൻ്റെ ബാക്കിയാണ്, അതോ പാതിക്കാലം മുതലുള്ള ഭാഗമാണ്? നമ്മുടെ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം അച്ഛനീ പറയുന്ന ഭാഗമാണ്. അത്രയും ഭാഗത്ത് പങ്കെടുത്താൽ കുർബാനക്കടം വീടും. നമ്മുടെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അന്നാ പെസഹ തിരുനാളിൽ കർത്താവിൻ്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അവിടെ മുതൽ വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിൻ്റെ കവറുടമേ സ്വസ്തി, ഇവിടെയാണ് കുർബാനക്കടം വീടുക. സുവിശേഷ വായനയാകുമ്പോൾ വന്നു കഴിയുമ്പോൾ മംഗളവാർത്തയുടെ ഭാഗം കുർബാനയിൽ നിന്ന് വിട്ടുപോയി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. കാഴ്ചവെപ്പ് വരുമ്പോൾ യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ പ്രഘോഷണം വിട്ടുപോയി. കുർബാന പൂർണ്ണമാകണോ ആദ്യ അവസാനം നമ്മൾ പങ്കെടുക്കണം. പങ്കെടുക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് മാറുക, അനുഭവമായിട്ട് മാറുക. അറ്റവും മുറിയും കണ്ടിട്ട് കുർബാന അർപ്പിച്ചു എന്ന് പറയല്, കുർബാന ഒപ്പിച്ചു എന്നേ പറയാവുള്ളൂ. അർപ്പിക്കണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ. നമുക്കറിയാം, അവസാനത്തെ പ്രാർത്ഥന പുരോഹിതന് ഒറ്റയ്ക്കല്ലാണ്ട പ്രാർത്ഥനയാണ്. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. വൈദികൻ വിട പറയുമ്പോൾ ജനം ഹൃദയത്തിൽ മൗനമായി വിട പറയുന്നതാണല്ലോ വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന. ആദ്യ അവസാനം പങ്കെടുത്ത് മൗനമായി വിട പറഞ്ഞ് കുടുംബങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ്. അവിടെയാണ് ബലിയർപ്പണം അർത്ഥപൂർണമായിട്ട് മാറുക. അപ്പോൾ സജീവമായ ഒരു ബലിയർപ്പണം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. കുർബാനയർപ്പണം പൂർത്തിയാകണോ കുർബാന സ്വീകരിക്കണം. കുർബാന സ്വീകരിക്കുമ്പോഴാണ് കുർബാനയർപ്പണം പൂർത്തിയാവുക. എന്താണ് കുർബാന സ്വീകരിക്കുക? ചിലപ്പം പള്ളിയിൽ കുർബാന കൊണ്ട് പോകുമ്പം ചില ആൾക്കാർ ഇങ്ങനെ തിരിയുന്ന കാണാം,
ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴേ ബലിയർപ്പണം പൂർത്തിയാവും. മാരകമായ പാപമുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കരുത്. കൊലപാതകം, വ്യഭിചാരം, ഭ്രൂണഹത്യ, മാരകമായ തിന്മകൾ, അത് വെച്ചോണ്ട് കുർബാന കൈക്കൊണ്ടാൽ നിന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. 1 കൊരിന്ത്യർ 11 പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നുണ്ട്. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ് പാപമോചനം പ്രാപിക്കാതെ കുർബാന കൈക്കൊള്ളല്. പക്ഷെ ലഘുവായ പാപമേ ഉള്ളെങ്കിൽ അനുദപിച്ച് കുർബാന കൈക്കൊള്ളാം. എന്താ ലഘുവായ പാപം? അരിശമലപം, കോപ്പ്, കിഴങ്ങ്, മാട, കോട, പോട, വാട, ഇതൊക്കെ ലഘുവായ പാപങ്ങളാണ്. കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും കൂടി ഒരാഴ്ച പിണങ്ങിയിരുന്നു. അതൊരു ലഘുപാപം, മാരകമായ വെറുപ്പൊന്നുമല്ല, ചെറിയൊരു സൗന്ദര്യ പിണക്കം. ഞായറാഴ്ച ഭർത്താവ് നോക്കും ഭാര്യ പള്ളിയിൽ പോകാൻ ഒരുങ്ങുക. അപ്പോൾ ഈ ഭാര്യ നോക്കും ഭർത്താവ് എന്തോ തപ്പുന്നു. അപ്പോൾ ഇവിളി എന്ന് ചോദിച്ചു, എന്നാ മനുഷ്യ നിങ്ങളെ കാണാതെ പോയെ? ഇണങ്ങാൻ വേണ്ടിയാ? നിൻ്റെ അമ്മയുടെ തേങ്ങാക്കൊല, ആഹാ, തൻ്റെ അപ്പൻ്റെ വാഴക്കൊല, കുംസാരിക്കാൻ ഒടുവൊന്നും വേണ്ട. ഇതൊക്കെ കുടുംബത്തിലെ സാധാരണ വാക്കായിട്ട് വരും. അതൊക്കെ ലഘുപാപത്തിൽപ്പെടുന്നതാണ്. ചെറിയ പിണക്കോ അസൂയയോ ഒക്കെ. അതിൻ്റെ പേര് കുർബാനയെ കൊള്ളാതിരിക്കരുത്. ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ കുമ്പസാരിച്ചോളാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് കുർബാന സ്വീകരിക്കണം. ഒരാൾ പറയാച്ചാൽ കുമ്പസാരിച്ചിട്ട് 10 വർഷമായി. അതെന്താ? ഇതുവരെ മാരകപാപം ഒന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല, വരുന്നല്ല ലഘുപാപമാണ്. അങ്ങനെയെങ്കിൽ അൽഫോൻസാമ്മയുടെ കൂടെ കൂട്ടിക്കയറി കുത്തിയിരിക്കണം. ഇപ്പം മനുഷ്യരായ നമുക്ക് ഒരു പരിധിയും പരിമിതിയും ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം, കുർബാന അനുഭവിക്കണം. നമ്മുടെ അടുക്കൽ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പം ചെല്ലു പറയും, മുമ്പിൽ വന്ന് സ്വീകരിക്കാൻ മടിയാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്ത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. കാരണം മുമ്പിൽ വന്നിട്ട് പോകുമ്പോൾ ആൾക്കാർ ഞങ്ങളെ അടിമുടി നോക്കും. അപ്പം നിൽക്കുന്നിടത്ത് തന്നെ കുർബാന വേണമെന്നും പറഞ്ഞ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സഭയിൽ 40 വർഷം മുമ്പ് ഒരു പാട്ടെഴുതി. എവിടെ ഞങ്ങൾ നിൽക്കുന്നോ അവിടെ നിന്നെ കിട്ടണം. ആ പാട്ടാണ് വാ വാ യേശു നാഥ. ഇവിടെ വരാൻ പാടാണ്. ഞങ്ങൾ എവിടെയാണോ അവിടെ നിന്നെ കിട്ടണം. നമുക്കറിയാം കുർബാനയുടെ ഓരോ വാക്കും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാലമാണ്. മുതിർന്നവർ എങ്ങനെ കുർബാന അർപ്പിക്കുന്നോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നു. ഭക്തിയോടും ആദരവോടും കൂടി കുർബാനയിൽ മാതാപിതാക്കൾ പങ്കെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നോക്കിപ്പഠിക്കുന്നു, കണ്ടുപഠിക്കുന്നു, ഓരോ വാക്കും ശ്രദ്ധിക്കും. ഒരച്ഛൻ തിരുവോസി ഉയർത്തിപ്പിടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. ഉടനെ കൊച്ചു ചെറുക്കൻ അടുത്ത് വന്ന കൂട്ടുകാരൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, കള്ളയച്ഛൻ. അവൻ ചോദിച്ചു, അതിനാട് നീ അങ്ങനെ പറഞ്ഞത്? ഓ, നിത്യം ജീവിപ്പിക്കുന്ന മുഴുത്തയപ്പം മുഴുവൻ അച്ഛൻ ഒറ്റയ്ക്കും തിന്നും, മരിച്ചു വന്ന ചിലരെല്ലാം കൂടെ നമുക്കും തരും. കുർബാനയുടെ വാക്ക് വരെ ശ്രദ്ധിക്കുന്നു. ഓരോ വാക്കും ഇന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നല്ലോ. വാക്ക് മാത്രമാണോ കുർബാനയുടെ ഷേപ്പ്? 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചിക്ക് ഒരച്ഛൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുത്തു. ഗതികേടിനതൊരു ഒടിഞ്ഞ തിരുവോസ്തിയായിരുന്നു. സാധാരണ അമ്മച്ചിമാർ കയ്യിൽ മേടിച്ച് നക്കിയെടുക്കും, അല്ലെ കൈ മേടിച്ച് പൊക്കിയെടുത്ത് നാക്കേ വെക്കും, അല്ലെ നാക്കേ സ്വീകരിക്കും. അമ്മച്ചിയുടെ കൈക്കകം കണ്ടാൽ കുരിശുപള്ളിയുടെ നട പോലെ തൊലി ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. ഈ തിരുവോസ്തി കിട്ടിയപാടെ അമ്മച്ചി കുർബാനയെ നോക്കി, അച്ഛനെ നോക്കി, ഒന്നുകൂടെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് വർക്കത്തുള്ള ഒരു കർത്താവിനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കാരണം കുർബാനയുടെ വർക്കത്ത് വരെയുന്ന ലോകം ശ്രദ്ധിക്കുന്ന ലോകമാണ്. ഇവിടെയാണ് കുർബാനയിൽ സജീവമായ ബലിയർപ്പണം, അർത്ഥപൂർണമായ അർപ്പണം, പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പം ഒരുക്കിയ ശുശ്രൂഷ. 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനം ഇടവകയെ ബലപ്പെടുത്തുന്നു. 2 വിശുദ്ധ കുർബാന നമ്മളെ ശക്തിപ്പെടുത്തുന്നു. 3 പ്രാർത്ഥന. ഒരു സഭയുടെ ബലം വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഒന്നിച്ചുള്ള കൂട്ടായ്മ പ്രാർത്ഥന, ഇതെല്ലാം ശക്തിപ്പെടുത്തുക. എവിടെ പ്രാർത്ഥനയുണ്ടോ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവാത്മാവിൻ്റെ അഭിഷേകവും ദൈവാത്മാവിൻ്റെ വലിയ ഒരു ബലമുണ്ട്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ വലിയ ഫലങ്ങൾ ദൈവം നമുക്ക് തരും. ചില മക്കളെ ഓർത്ത് അപ്പനമ്മമാർ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. സഭയിൽ ചെറുതും വലുതുമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഭാധികാരികൾക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം തുറക്കപ്പെടും, അത്യുന്നതൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിറങ്ങും. ചില പറയും, എൻ്റെ അച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം പരവിചാരം വരുന്നു,
പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം വരുന്നു. പ്രാർത്ഥിക്കുമ്പോഴത്തെ പല വിചാരമല്ല, അത് പ്രാർത്ഥനാ വിഷയമാണ്. ഭാര്യയോട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് കണ്ണടച്ച് നന്മ നിറഞ്ഞ വരയമേ നിനക്ക് സ്വസ്തി നില്ലുമ്പം ഭാര്യയുടെ മുഖം തേട്ടി വരും. പല വിചാരം ദൂരെ പോകട്ടെ, പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെയമ്മേ. തമ്പുരാൻ പറയും ആദ്യം ഭാര്യയോട് രമ്യതപ്പെടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. കെട്ടിയവനോട് പിണക്കമുള്ള ഭാര്യ സ്വർഗസ്നായ പിതാവേ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ മുഖം തേടി വരുന്നു, പല വിചാരമല്ല. അവനോട് രമ്യതപ്പെട്ടിട്ട് വേണം ബാക്കി പ്രാർത്ഥന തുടരാൻ വേണ്ടി. ഒരു പിതാവ് ഇടവക സന്ദർശിച്ചവൻ പറഞ്ഞു, മനുഷ്യൻ ബലഹീനനാ, 5 മിനിറ്റ് പോലും പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഒന്ന് 75കാരി ഒരാൻറ്റി പറഞ്ഞു, പല വിചാരം കൂടാതെ 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചാലോ? പിതാവ് പറഞ്ഞ, അമ്മച്ചി ഒരു സ്വർഗസ്നായ പിതാവെ പോലും പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഇപ്പം അമ്മച്ചി ചോദിച്ചു, ഒരു സ്വർഗസ്നായ പിതാവെ ഒരു പല വിചാരമില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ പിതാവ് എനിക്ക് എന്നാ തരും? പിതാവ് പറഞ്ഞു, 50 രൂപയും ഒരു കൊന്തയും തരും. തരുമല്ലോ, തരും, ഞാനിപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മച്ചി ശരിക്കും കൈകൂപ്പി കണ്ണടച്ചു, എന്നിട്ട് ചൊല്ലി തുടങ്ങി, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാണ്, രാജ്യം വരണം. അല്ല പിതാവേ, ഈ കൊന്തയെ 50 രൂപ ഇപ്പം തരുമോ, അതോ അരമനെ വരുമ്പോഴേ തരത്തുള്ളൂ? ഇതാണ് മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുക. പല വിചാരങ്ങളാൽ ബന്ധത്തിനാണ് മനുഷ്യൻ. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം, മടിക്കാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഫലം തരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും തമ്പുരാൻ്റെ ഒരു കാര്യം, ആരിലെല്ലാം പ്രാർത്ഥന കേട്ടാൽ എല്ലാവർക്കും ഉത്തരം കൊടുക്കണ്ടേ? ഞങ്ങൾ കട്ടപ്പനക്കാർ പ്രാർത്ഥിക്കും, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. അതേസമയം കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുതേ. കപ്പ ഇടുന്നോം പ്രാർത്ഥിക്കും, മഴ തരണേ. കപ്പ വാട്ടുന്നോം പ്രാർത്ഥിക്കും, മഴയരുതേ. ഈശോ രാത്രി 11 സക്രാരിക്കകത്ത് ഒന്ന് കണ്ണടയ്ക്കുമ്പം ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നവർ എന്ന് പറയും, എൻ്റെ തമ്പുരാനെ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നാളത്തെ കാര്യം ഓർത്തോണം കേട്ടോ. ഈശോയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? വെളുപ്പിനെ 4:00 ഈശോ കണ്ണടയ്ക്കുമ്പം ഈ മഠത്തിലെ കന്യാസ്ത്രീ അമ്മമാർ കൈ മിരിച്ച് മുട്ടും കുത്തി കരുണക്കൊന്തയായിരിക്കും, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ. ഈശോയ്ക്ക് ഉറങ്ങാൻ പറ്റുകയല്ല, അവൻ ഉറങ്ങുകയല്ല, അവൻ മയങ്ങുകയല്ല. അവൻ ആരെപ്പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസർ, അടിയന്തര ഓപ്പറേഷൻ. ഡോക്ടർ പറഞ്ഞു ഉടൻ ഓപ്പറേഷൻ. അഡ്മിറ്റ് ചെയ്തു. ഇവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പ ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് അപകടം വരാതിരിക്കാനും ബോധം തെളിയുമ്പോൾ ധൈര്യം കിട്ടാനും ഡോക്ടർക്ക് അബദ്ധം പറ്റാതിരിക്കാനും അപ്പൻ പുറത്തുള്ള കസേരയിൽ നിന്ന് കൈവിരിച്ച് കൊന്ത ചെല്ലണം. അപ്പൻ കൃത്യമായിട്ടങ്ങ് കൊന്ത ചെല്ലി. നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരാളും അപ്പുറത്തിരുന്ന് കൊന്ത ചെല്ലുന്നു. അയാൾ ഈ അപ്പനോട് ചോദിച്ചു, എന്നാത്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പം പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷനാണ്, അവന് അപകടം വരാതിരിക്കാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇയാൾ ചോദിച്ചു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്നാത്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ മോനാണ് ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ആശ്രമത്തിൽ വന്ന ആൾക്കാർ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. 1, പെരയ്ക്ക് കല്ലിടാൻ. 2, മുടങ്ങിയെടുക്കുന്ന സ്ഥലക്കച്ചവടം നടത്താൻ വേണ്ടി വെഞ്ചരിക്കാൻ. 3, മക്കളില്ലാത്ത ദമ്പതിമാർ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ആരാധനയിൽ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ. 4, ഒരു പ്രത്യേക വകുപ്പിന് വേണ്ടി. എന്താണെന്ന് ഞാൻ പയ്യെ പറയാം. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6 മാസങ്ങൾക്കുള്ളിൽ പെരപണി പൂർത്തിയാവുമെന്ന് ഏതോ ഒരു ചേട്ടൻ ഒരിക്കൽ പറഞ്ഞു. അത് യൂദയ, സമറിയ, ജെറുസലേം മൊത്തം പടർന്നു. ആൾക്കാർ വന്ന് നിർബന്ധിക്കും. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 6 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, ആൾക്കാർ കാറേ കല്ല് കൊണ്ടുവരും, ഞാനിത് പ്രാർത്ഥിച്ചു കൊടുക്കും. പിന്നെ സ്ഥലവിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകും. 3, കല്യാണം കഴിച്ച നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർ ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അപ്പം 10-12 പിള്ളേരെങ്കിലും ഞാൻ അങ്ങനെ പിന്നീട് മാമോദിസം മുക്കിയിട്ടുണ്ട്. 4 കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങളാരും എന്നെ വിളിച്ചേക്കരുത്, വിളിച്ചാൽ ആ കാര്യം നടക്കും. പ്രായമായ കാരണവന്മാർ മരിക്കാൻ കിടക്കുന്നു, പുറമെല്ലാം പൊട്ടിക്കിടക്കുക. മരിച്ചോട്ടെ എന്ന് അവർക്ക് കൊണ്ട്, പൊക്കോട്ടെന്ന് വീട്ടുകാർക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ
15 ദിവസത്തിനുള്ളിൽ രണ്ടിലൊന്ന് ഉറപ്പാണ്. ഒന്നെങ്കിൽ പൊങ്ങിപ്പോരും, അല്ലെങ്കിൽ കുഴിയിലോട്ട് പോകും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്തെങ്കിലും തിരിച്ചു പോകാനുള്ള സാധ്യതയില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് 20 അപ്പച്ചന്മാരെയും അമ്മച്ചന്മാരെയും ഞാൻ തന്നെ അടക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് ഒറ്റയ്ക്കിരിക്കുമ്പം എനിക്കൊരു പിരിമുറുക്കം, ഒരു ടെൻഷൻ. ഞാനെങ്ങാനും മരിച്ചു ചെല്ലുമ്പം ഇവന്മാരും കൂടി എൻ്റെ കാലെ പിടിച്ച് വലിക്കുമോ എന്നുള്ള ഒരു പേടി. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറം പൊട്ടിക്കിടക്കുക ബെഡ്സോറായിട്ട്. ഇവനും ഭാര്യയും മടുത്തു. ഇവൻ്റെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയാനായിട്ട് വാ വിളിക്കും. ഇതാണ് അമ്മ. ഇവൻ്റെ ഭാര്യ പറഞ്ഞു, പുത്തമ്പരകേശനെ വിളിച്ച് അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. ഞാൻ ചെന്നു. 1/2 മണിക്കൂർ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, കൂടിയാൽ 3 ആഴ്ച അതിനകം അപ്പം മരിക്കും, അതിൻ്റെ അടയാളമുണ്ട്, നീ വീട്ടിൽ നിന്നും പോയേക്കത്. അവൻ പറഞ്ഞു പോവുകയല്ല. കാപ്പി കുടിച്ചു. ഞാൻ ഇറങ്ങി. മുറ്റത്തിറങ്ങുമ്പോൾ ഇവൻ്റെ ഭാര്യ വന്ന് എൻ്റെ കയറെ പിടിച്ച് ഒറ്റ വലി. ഞാൻ ചോദിച്ചു, എന്നാടി വലിക്കുന്നെന്ന് ചോദിച്ചു. അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയെ കൂടെ ഒന്ന് വെച്ചിട്ട് പൊക്കോളാവൂ, പല്ലും പ്രാർത്ഥനയെക്കാളുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവോത്തരം തരും. കുഞ്ഞുങ്ങളെ ഓർത്ത് വിശ്വാസത്തോടെ അമ്മ പ്രാർത്ഥിച്ചാൽ മതി, ഫലമുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് വിശ്വാസം അപ്പം പ്രാർത്ഥിച്ചാൽ മതി, ഫലമുണ്ട്. നിങ്ങളെ ഓർത്ത് വിശ്വാസത്തോടെ അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അതിൻ്റെ ഫലമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്തു തരുമെന്നുള്ള ഉറപ്പോടെ അങ്ങ് പ്രാർത്ഥിച്ചോണം. സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ ഒരിക്കലും നിർത്തരുത്. ഇന്ന് ഓൺലൈൻ പരീക്ഷയും ഓൺലൈൻ പഠനമുള്ളപ്പോൾ അതല്ലാത്ത സമയം നോക്കി ഒരു 20 മിനിറ്റെങ്കിലും മക്കളെ കൂടി ഇരുത്തി അപ്പനമ്മമാർ പ്രാർത്ഥിക്കണം. എന്തിനും ഏതിനും നമ്മൾ ടൈം കണ്ടെത്തുമല്ലോ, അഡ്ജസ്റ്റ്മെൻ്റുണ്ടല്ലോ. പരീക്ഷയുടെ സമയം അറിയാം, ക്ലാസ്സിൻ്റെ സമയം അറിയാം. അതറിഞ്ഞ് ഏത് സമയമാണ് കുഞ്ഞുങ്ങളെ കിട്ടുക ആ സമയത്ത് ഒരു 20 മിനിറ്റെങ്കിലും അപ്പനമ്മമാർ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ വേണം. പ്രാർത്ഥനയ്ക്ക് മടിക്കാതെ പ്രാർത്ഥിക്കുന്ന, ദൈവം ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരന്തരീക്ഷം. ആഫ്രിക്കയിലെ മലാവി എന്ന സ്ഥലം, അവിടെ ചെല്ലുമ്പം കാണാം ഗോത്രവർഗക്കാരായ കത്തോലിക്കർ. ഓരോ വീടിനും ഇഷ്ടം പോലെ പറമ്പ. വീട്ടിൽ നിന്നും വീടിൻ്റെ പല കോണുകളിലേക്ക് പോകാൻ ഓരോ വഴിയുണ്ട്. ആ കോണിലേക്ക് നടന്നു പോകാം. അപ്പം ഓരോരുത്തരും വൈകുന്നേരം അതിലേ നടന്നു പോയി അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ വഴി. അപ്പനും അമ്മയും നോക്കും. ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിക്കാൻ മടി കാണിച്ചാൽ അപ്പൻ അമ്മ മക്കളോട് പറയും, മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലോ പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പനുമ്മയും മക്കളെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥന കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും പ്രാർത്ഥിച്ചതുപോലെ. ബോബനും മോളിയും സാമൂഹ്യ പാഠത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥനാ മുറി കയറി മുട്ടുകുത്തി കൈ വിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവേ, ഗംഗാനദിയും യമുനാ നദിയും നീ പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. ഇതാണ് പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഗംഗാനദിയും യമുനാ നദിയും നീ പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. സാമൂഹ്യ പാഠത്തിൻ്റെ പേപ്പറിൽ ഒരു ചോദ്യം: ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര് കൊടുത്തു: ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ. പരീക്ഷാ ഹോളിൽ കയറുമ്പം ഉത്തരമറിയത്തില്ലാത്ത കുട്ടികൾ മുകളിലുള്ള ഉത്തരത്തെ നോക്കി പേന കറക്കി ഒരു കുത്തുണ്ട്. ബോബനും മോളിയും കറക്കി കുത്തുകൊണ്ടുവന്ന് പാകിസ്ഥാനുണ്ട്. എടുത്തെഴുതി പാകിസ്ഥാൻ. പുറത്തിറങ്ങിയപ്പോൾ വിവരമുള്ള കുട്ടികൾ പറഞ്ഞു, മണ്ടച്ചാരെ മണ്ടി, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യം പാകിസ്ഥാനാണോ ഭാരതമല്ലേ? ഇനി ബോബനും മോളിക്കും ഒരു മാർക്ക് കിട്ടണോ? ദൈവമായ കർത്താവ് ഒരു വലിയ കോലും കൊണ്ട് വന്ന് ഗംഗായും യമുനായും കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ ഒഴുകിയാൽ ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ തീരുമാനം പോലെ നീ നടത്തി തരണേ. ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ഇഷ്ടം പോലെ നീ ഇത് നടത്തി തരണേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി അതല്ല, ഈശോയുടെ പ്രാർത്ഥനയാണ്: പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മാതാവ് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. മക്കളെക്കുറിച്ച് ദൈവമേ ഇന്ന പദ്ധതിയുണ്ട്, എങ്കിലും
എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ ഇന്ന സ്വഭാവങ്ങൾ മാറ്റിക്കിട്ടാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഭാര്യയുടെ ഇന്ന സ്വഭാവ വൈകല്യങ്ങൾ മാറിക്കിട്ടാൻ ആഗ്രഹമുണ്ട്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. പഴയ നിയമത്തിൽ ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥനയിൽ നമുക്കിങ്ങനെ പറയാൻ പഠിക്കണം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭാഷയും നോക്കണ്ട. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭാഷയും നോക്കരുത്. തമ്പുരാൻ്റെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഞാൻ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ ധ്യാനിപ്പിക്കുക. ഇപ്പോൾ ധ്യാനിപ്പിച്ചപ്പോൾ 80 പേരുണ്ട്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന പോലെ ഓരോരുത്തരും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഉടനെ പ്രായമുള്ളൊരു അമ്മച്ചി ഒറ്റ പ്രാർത്ഥനാരൂപിപ്പെട്ട പാറവടിക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ വെടിമരുന്ന് ചൂടാക്കിയവൻ തീ പിടിച്ച് പൊള്ളി ആശുപത്രി കിടക്കുക. ഈ അമ്മച്ചി ഒറ്റ പ്രാർത്ഥന, കർത്താവായ യേശുവേ, വെടിമരുന്ന് തീ പിടിച്ച് പൊള്ളി കിടക്കുന്ന വെടിക്കാരൻ പാപ്പനെ നീ ടപ്പേന്ന് സുഖപ്പെടുത്തണേ. ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ഈ പാറവടി പെടുന്നപോലെ ടപ്പേന്ന് സുഖപ്പെടുത്തണേ. അത് ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. നമുക്കാണ് ചെത്തിമിനിക്ക ഭാഷ പ്രാർത്ഥനയും. ആരാധനയിൽ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലാവെന്ന് ചോദിച്ചാൽ നമ്മൾ കുത്തിയിരുന്ന് ഒരുങ്ങും. നല്ല ഭാഷയിൽ സർവശക്തനായ പരമ്പൊരുളെ, വിശ്വപ്രപഞ്ചത്തിൻ്റെ പിതാഭാവേ, അണ്ടകടാഹങ്ങളുടെ കർത്താവേ, മാർപ്പാപ്പായെ കാത്തോണെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭയങ്കര ആമുഖങ്ങളാണ്. ഒരു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കൊച്ച് അമ്മയെന്ന് വിളിക്കുന്നതല്ലേ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടി അവധിക്ക് വരുന്നു. കുറേ നാൾ കൂടി അമ്മയെ കാണുക. കുഞ്ഞിനെ കണ്ടപാടെ അമ്മ കൈ നീട്ടി വരുന്നു. കുഞ്ഞ് അമ്മയുടെ നേരെ കൈ നീട്ടി ഈ മോളി ചെല്ലുന്നു. അവൾ ശരിക്കുള്ള വിളിയൊക്കെ മറന്നിട്ട് അമ്മയുടെ നേരെ കൈ നീട്ടി 2 കൈ നീട്ടി വിളിക്കുക, ഓ ജനനി സുഖമാണ്. അമ്മയ്ക്കും പൊന്നു മോളെ വട്ടി പിടിച്ചോന്ന് ചോദിക്കും. ദൈവത്തെ നമ്മൾ കൊച്ചമ്മയെ വിളിക്കുന്ന പോലെ വിളിക്കാൻ പഠിക്കണം. ചുമ്മാ പറയണം, എൻ്റെ തമ്പുരാനെ ഒരുപാട് പ്രയാസമുണ്ട്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നിന്നെ മുന്നോട്ട് ഇനി വരികയല്ല കേട്ടോ. പള്ളി വന്ന് പറയണം, കുറേ നാളായാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ പറയുന്നു, എൻ്റെ കാര്യമൊക്കെ മറന്നുപോയോ. ചുമ്മാ നാട്ടുവർത്താനം പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. അപ്പം പ്രാർത്ഥന ബോറല്ല. കിടക്കാൻ നേരത്ത് കട്ടിലിരുന്ന് ഈശോയോട് വർത്താനം പറയണം, എൻ്റെ തമ്പുരാനെ അറിയാമല്ലോ, ഓരോ കാര്യം അറിയാമല്ലോ, നീ തന്നെ നോക്കിക്കോണം കേട്ടോ. പാലായിൽ ഒരു വലിയ കുരിശുപള്ളിയുണ്ട്. വലിയ കുരിശുപള്ളിയുടെ മുകളിൽ 20 അടി പൊക്കമുള്ള ഈശോയുടെ വലിയൊരു രൂപം. ആ രൂപം 6 മാസം അതിൻ്റെ ചോട്ടിക്കൊണ്ട് വെച്ചിരുന്നു. ചോട്ടിക്കൊണ്ട് വെച്ചത് മഴ നനഞ്ഞ് സിമെൻറ്റിൻ്റെ പുളിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. 6 മാസം അങ്ങനെ ഇരുന്നു. അടുത്തുള്ള ഒരു കച്ചവടക്കാരൻ ചേട്ടൻ രാവിലെ കട തുറക്കാൻ വരും പറയും, എൻ്റെ തമ്പുരാനെ നിന്നെ ഇത്രയും അടുത്ത് കിട്ടിയല്ലോ, കുറേ കാര്യമൊക്കെ പറയാനുണ്ട് കേട്ടോ. പൊന്നമ്മയുടെ കല്യാണമുണ്ട്, തോമാച്ചൻ്റെ പഠനമുണ്ട്, ബാങ്കിൽ നിന്ന് അല്പം കൂടെ ലോൺ കിട്ടാനുണ്ട്, എടുത്ത കടം വീട്ടാനുണ്ട്. എൻ്റെ തമ്പുരാനെ നീ ഇതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. നാട്ടുവർത്താനം തിരിയുന്ന വാടകവരി. എന്നാലും ഈ കുന്തത്തെ വലിച്ച് മോളിക്കയറ്റാൻ കുറേ കഷ്ടപ്പെടുമല്ലോ. ഇതാണ് മനുഷ്യൻ്റെ ഭാഷകളും മനുഷ്യൻ്റെ രീതികളും. ദൈവം അറിയുന്നുണ്ട്. നാടൻ ഭാഷയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയോട് വർത്താനം പറയണം. അതാണ് പ്രാർത്ഥന. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൊച്ചു പിള്ളേർ മിണ്ടുന്ന പോലെ തമ്പുരാനോട് മിണ്ടണം. ഇതാണ് പ്രാർത്ഥന. ഇപ്പം പ്രാർത്ഥനയിൽ ഒരു വിശ്വസ്തത, ദൈവം ഉത്തരം തരുമെന്നുള്ള ഉറപ്പ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനസ്സ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. 4 ഇടവക കൂട്ടായ്മ. 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനം, 2 അപ്പം മുറിക്കൽ ശുശ്രൂഷ, 3 പ്രാർത്ഥന, 4 കൂട്ടായ്മ. എന്താണ് കൂട്ടായ്മ? പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് കൂട്ടായ്മയെ കാണണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ സമൂഹമാണ് ഒരു കൂട്ടായ്മയായിട്ട് വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതിൽ നാം കൂട്ടായ്മ വളർന്നു വരിക. ഞാൻ ആരംഭിച്ച ഒരു സ്ഥാപനമുണ്ട് പുറപ്പഴിയിൽ. 19 വയസ്സ് കഴിഞ്ഞ മാനസിക വളർച്ചയില്ലാത്ത 23 കുട്ടികളെ ഞാൻ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ സഭയുടെ ഭാഗമായിട്ട് ഞാൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനം. PJ ജോസഫിൻ്റെ വീടിൻ്റെ അടുക്കലാണ് ഈ പ്രസ്ഥാനം. സെൻറ് ആൻ്റണി മേഴ്സി ഹോം ഞാൻ പ്രൊവിൻഷ്യലായപ്പോൾ ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. 1.5 ഏക്കർ സ്ഥലം സമ്മാനം തന്നു.
ആ സമ്മാനം തന്നെടുത്ത് ഞാൻ പണിത ഒരു സ്ഥാപനം. മറ്റൊന്ന് പത്തനംതിട്ട പൂങ്കാവിൽ 30 പ്രാന്ത് കുറഞ്ഞ ആണുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രം. ഇത് രണ്ടും കഴിഞ്ഞ് 6 വർഷം കഴിയും ഞാൻ പ്രൊഫഷണലായപ്പോൾ ആരംഭിച്ചിരുന്ന 2 പ്രസ്ഥാനങ്ങളാണ്. ഇപ്പം പി ജെ ജോസഫിൻ്റെ ഒരു മകനുമുണ്ട് മാനസികമായ വളർച്ചയെത്താത്ത ആൾ. ഈ ഔസേപ്പച്ചൻ ഈ മോനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണിക്കാൻ കൊണ്ടുവരും. അങ്ങനെ കാണിക്കാൻ കൊണ്ടുവന്ന ഒരു ദിവസം ജോസഫ് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ വരെ വരണം. 35 വലിയ പശുക്കൾ, ഇഷ്ടംപോലെ പാല്, 895 ലിറ്ററാണ് പി ജെ ജോസഫ് ഒരു ദിവസം വിൽക്കുന്ന പാല് അളവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക പശുവുണ്ട്, ചന പിടിച്ചാൽ 1 മാസം കഴിയുമ്പം അലസിപ്പോവും, പ്രസവിച്ചാൽ 25 ലിറ്റർ പാല് കിട്ടുന്നതാണ്. അച്ഛൻ എൻ്റെ കൂടെ വന്ന് ആ പശുവിൻ്റെ നെറ്റിയിലൊന്ന് കുരിശും വരച്ച് അച്ഛൻ ആനാമ്പെള്ളം തെളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ച മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗർഭിണിയായിട്ടുണ്ട്, എരുമ, പശു, ആടൊന്നും ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഔസേപ്പച്ചൻ പറഞ്ഞു, അച്ഛൻ സംശയിക്കൊന്നും വേണ്ട, എൻ്റെ വിശ്വാസം ഓർത്ത് വന്നാൽ മതി. ഞാൻ ചെന്നു, പി എ ജോസഫ് അവിടെ നിന്നു, ഭാര്യ ശാന്തമ്മയുണ്ട്, മകൻ അപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ഊറാല തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാമ്പെള്ളം തന്നു. ഞാൻ അതിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചു, നല്ലവനായ ദൈവമേ, എൻ്റെ അയോഗ്യതയും വിശ്വാസക്കുറവൊന്നും നീ പരിഗണിക്കാതെ ഈ ഔസേപ്പച്ചൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസം കണ്ട് നിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ ഈ പശുവിന് ഒരു ചെറിയ ചനയെങ്കിലും കൊടുത്ത് നീ അത്ഭുതം കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ശരിക്കും ഇതിൻ്റെ തല, അകിട്, കയ്യ, കാല് എല്ലായിടത്തും ആനാമ്പെള്ളം കുരിശാകി തെളിച്ചു. ഞാൻ പോന്നു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഈ കാര്യമൊക്കെ മറന്നുപോയി. പി ജെ ജോസഫിനെ വിളിച്ചു, അച്ഛാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, പശു പ്രസവിച്ചു. കിടാവിനിരിക്കുന്ന പേര് അനാർക്കലി എന്നാണ്. 25 ലിറ്റർ പാലിപ്പം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാച്ചാ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ദൈവം ഫലം കണ്ടു. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പുറപ്പഴയിൽ ജോസഫിൻ്റെ വീട്ടിൽ കൂടിയപ്പം പി ജെ പറഞ്ഞു, നമ്മുടെ പുത്തമ്പരിക്ക് ജോസഫച്ചൻ വന്ന് ചന പിടിക്കാത്ത പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ചന പിടിച്ചു, പ്രസവിച്ചു, 25 ലിറ്റർ പാലാണ് കൊടുക്കുന്നത്. അന്ന് രാത്രി ജോസഫിൻ്റെ സംസ്ഥാന ഭാരവാഹിയിൽ ഒരാൾ രാത്രി 9:30 എന്നെ വിളിച്ചു, പുത്തമ്പരി അച്ഛനാണോ? അതെ. ഔസേപ്പച്ചൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നോ ചന പിടിച്ചെന്നൊക്കെ കേട്ടു പോവുക, അതിൻ്റെ പാലും വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സത്യമാണ് എൻ്റെ അച്ഛോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പന്നിക്കൂട്ടത്തിയുണ്ട്, ചന പിടിക്കുന്നേ ഇല്ല, എന്തേലും അച്ഛൻ കാണിച്ച് അതിനൊന്ന് ശരിയാക്കി തരണം. പലരും വിശ്വാസത്തിലേ ഉള്ളൂ, ഓളങ്ങളിൽ. ഇപ്പോൾ ഓളങ്ങളിലുള്ളതല്ല, ആഴങ്ങളിലുള്ള വിശ്വാസം, ദൈവം നടത്തുമെന്നുള്ള ഉറപ്പ്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. അതാണ് സഭയുടെ 4ാമത്തെ തൂണ്, കൂട്ടായ്മ. കൂട്ടായ്മയിൽ പല സ്വഭാവക്കാരുണ്ടാവും. എൻ്റെ വീടിന് പൊക്കം വെച്ചതാണ് ഈ പള്ളി, എൻ്റെ വീടിൻ്റെ ഭിത്തിക്ക് അകലം വെച്ചതാണ് ഈ ദേവാലയത്തിൻ്റെ ചുവരുകൾ. എൻ്റെ വീടാണ് പള്ളി, എൻ്റെ കൂടാരമാണ് പള്ളി. 10, 90, 100 വർഷം ജീവിക്കുന്ന ഒരു കൊച്ചു വീട്, പക്ഷേ അവർ 2ാമത്തെ വരവ് വരെ താമസിക്കുന്ന വലിയ വീട് ഇവിടെയാണ്, ഈ കല്ലറയാണ്. അപ്പോൾ സഭയെ നമ്മൾ സ്നേഹിക്കണം, ഇടവകയെ നമ്മൾ സ്നേഹിക്കണം. ഇട ദിവസങ്ങളിൽ എവിടെ പള്ളിയിൽ പോയാലും ഞായറാഴ്ച സ്വന്തം പള്ളിയിൽ ദൈവം തന്ന ഇടയനൊപ്പം, ദൈവം തന്ന അജഗണത്തിനൊപ്പം ഒരുമിച്ച് വന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കണം. പള്ളിയിലെ ഓരോ കാര്യങ്ങളിലും സജീവമായി എൻ്റെ സഹകരണം ഉണ്ടാകണം, കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. ഞാൻ എൻ്റെ മുഴുത്ത വീട് പണിതെങ്കിൽ എൻ്റെ പള്ളിക്ക് ഒരു കുറവും വരാത്ത പോലെ പള്ളിക്കും എനിക്കാകുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ദേവാലയത്തിനും കൊടുക്കും. അത് കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ കൂട്ടായ്മകളെ നമ്മൾ സ്നേഹിക്കണം, ഇടവ കൂട്ടായ്മകളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കണം. അതിൻ്റെ ഭാഗമാണ് ഇടവകയിലെ അച്ഛനെ സ്വന്തം മകനെ പോലെ കാണണം, അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. ഒരു അമ്മച്ചി ഓർക്കണം, എൻ്റെ ഒരു മകൻ അച്ഛനായിട്ട് എവിടെങ്കിലും ഇരുന്നാൽ ആ അച്ഛന് ആൾക്കാരെന്തെങ്കിലും കൊണ്ട് കൊടുക്കണം. അതുപോലെ ഒരമ്മയുടെ മകൻ അച്ഛനായിട്ട് പള്ളിയിലിരിക്കുന്നു, ഈ അച്ഛന് എന്തെങ്കിലും കൊടുക്കണം. പെൺകുട്ടികൾക്ക് അച്ഛൻ ആങ്ങളെയാണ്, അമ്മമാർക്കും അപ്പന്മാർക്കും മകനാണ്, ആണുങ്ങൾക്ക് സഹോദരനാണ്. കുടുംബത്തിലെ അംഗത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു വൈദികന് കൊടുക്കുക. അതുകൊണ്ടാണ് അച്ഛന്മാർക്ക് എന്ത് കുറവുണ്ടെങ്കിലും അവരെക്കുറിച്ചൊരു കുറ്റവും ഭൂമിയിൽ ആരോടും പറയല്ല്. എന്നാ കുറ്റമുണ്ടെങ്കിലും ആരോടും പറയല്ല്. തമ്പുരാനോട് മാത്രം
നമ്മുടെ പരിഭവങ്ങളും വേദനകളും പറഞ്ഞാൽ മതി. അച്ഛന്മാരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലുള്ള ഒരു കുഴപ്പം, അത് കേൾക്കുന്നവർ പൊടിപ്പും തൊങ്ങലും വെച്ച് കുറെ കൂടെ പൊലിപ്പിച്ച് അച്ഛനോട് പറയാൻ വരും. എല്ലാ ഇടവകയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അച്ഛന് പ്രയാസമാകും. അച്ഛന് ഫ്രീ ടൈം കിട്ടുന്നത് കാഴ്ചവെപ്പിൻ്റെ സമയത്താണ്. ഗായകസംഘം പാടുമ്പോൾ അച്ഛൻ കാസയും പീലാസയും പിടിച്ചു നിൽക്കും. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തെകിട്ടി വരും, അവൻ അവൾ ഇത് കൂട്ടി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞല്ലോ, സാരമില്ല, കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അത് നമുക്കൊരിക്കലും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. എൻ്റെ വീട് വലിയ തോവാളപ്പള്ളിയുടെ സിമിത്തേരി കഴിഞ്ഞ ആദ്യത്തെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അതിർത്തി ഇടവകയാണത്. ഞാൻ അൾത്താരബാലനായിരുന്നു. വീട്ടിൽ എൻ്റെ അമ്മ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഷെയർ അച്ഛന് കൊടുക്കാൻ വേണ്ടി ചോറ്റുപാത്രത്തിൽ തന്നു വിടും. ചേന പുഴുങ്ങിയത് തേങ്ങാപ്പീര, ചക്ക കുഴച്ച് വേവിച്ചത് കോഴിക്കറി, കപ്പ അടിച്ച് വേവിച്ചത് മത്തിക്കറി കൊണ്ടു കൊടുക്കാൻ പറയും. വർഷത്തിൽ 3-4 പ്രാവശ്യം നല്ല ഒന്നാന്തരം നാട്ടുകോഴിപ്പൂവനെ അമ്മ കൊല്ലും. ചക്ക കുഴച്ച് വേവിച്ചിട്ട് വാഴയിലേക്കകത്ത് പൊതികെട്ടി തരും. കോഴിപ്പൂവനെ കറി വെച്ചിട്ട് അതിൻ്റെ മർമ്മപ്രധാനമായ തുടയല്, ചങ്ക്, കരൾ, നല്ല കഷ്ണങ്ങളും ചൂട് ചാറും കൂടി ചോറ്റുപാത്രത്തിൽ തരും. കൊണ്ടു കൊടുക്കട അച്ഛന്. തുടയിലും കുറവും ചങ്കും കരളും ഒക്കെ അച്ഛന്. ഞങ്ങൾ പിള്ളേർക്കതിൻ്റെ തുത്തും പെടലിയും അത് മാത്രം കിട്ടും. പലപ്പോഴും ഈ കോഴിക്കറിയും ചക്കപ്പുഴുക്കും അടിയാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. ആ പോക്കല്ലേ അച്ഛനാകാനുള്ള ദൈവവിളിയുടെ എൻ്റെ ആദ്യത്തെ ആരംഭമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കണക്ക് കൂട്ടിയിരുന്നു, എവിടെയെങ്കിലും അച്ഛനായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ എനിക്കും കിട്ടും എന്നൊരു പ്രതീക്ഷ അന്നേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വൈദികനെ കുടുംബത്തിലെ മക്കളെ പോലെ കാണുന്ന ഒരവസ്ഥ, ഇടവകയെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. ഒപ്പം ഇടവകയിലെ പാവങ്ങളെ, ഇടവകയിലെ പൈസയുള്ളവർ സഹായിക്കണം. ആകാശപ്പറവയുടെ കേന്ദ്രമൊന്നും ബൈബിളിൻ്റെ ആധ്യാത്മികതയല്ല, അത് ചിലരുടെ ഔദാര്യം കരുണകൊണ്ടാണ്. ബൈബിളിൻ്റെ ആധ്യാത്മികത ഒരു കൂട്ടായ്മയിലെ പാവങ്ങളെ ആ കൂട്ടായ്മയിലെ സമ്പന്നർ സഹായിക്കണം. അതാണ് ബൈബിളിൻ്റെ പ്രബോധനകഥ. അങ്ങനെ ആൾക്കാരില്ലാതെ വന്നപ്പോഴാണ് ആകാശപ്പറവുകളും ആതുരാലയങ്ങളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ നടത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ഇടവക സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ ആവശ്യം ആ ഇടവകയിലെ ആൾക്കാർ കണ്ടറിഞ്ഞ് ഒതുക്കത്തിൽ നമ്മൾ സഹായിക്കണം. ഒതുക്കത്തിൽ സഹായിക്കണം. ഒരു വിവാഹത്തിന് സഹായം ആവശ്യമുണ്ടോ? ഒതുക്കത്തിൽ കൊടുക്കണം. വിൻസെൻ്റ് പോൾ സൊസൈറ്റി കാണും, പ്രാർത്ഥനാ ഗ്രൂപ്പ് കാണും, മഠത്തിലെ സിസ്റ്റേഴ്സുണ്ട്, പള്ളിയിലെ അച്ഛനുണ്ട്. അവർ വഴി പാവപ്പെട്ട മനുഷ്യരിലേക്ക് കൊച്ചു കൊച്ചു സഹായങ്ങൾ എത്തിക്കണം. അതാണ് ഇടവക കൂട്ടായ്മ. അതിൻ്റെ ബലവും അവിടെ തന്നെയാണ്. കൊച്ചു കൊച്ചു നന്മകൾ, ചെറിയ ചെറിയ ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. രോഗാവസ്ഥയിൽ പ്രായമായി നമ്മൾ മരിക്കാൻ കിടക്കുന്ന അവസരം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത സാരിയുടെ നിറവല്ല, ഭർത്താവിന് ഒലത്തി കൊടുത്ത കറിയുടെ മണമല്ല, മക്കളെ പഠിപ്പിച്ചതല്ല. മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ ആശ്വാസം ബന്ധമില്ലാത്തൊരു മനുഷ്യന് കൊടുത്ത, മരുന്ന് മേടിക്കാൻ കൊടുത്ത 500 നോട്ട് എന്നെ രക്ഷിക്കാൻ അങ്ങ് ചെല്ലും. കൊച്ചു കൊച്ചു നന്മകൾ എൻ്റെ സഹായത്തിനായിട്ട്, വിധിക്കായിട്ട് വരും. മുറിവേറ്റ മനുഷ്യനെ സമറിയാക്കാരൻ സത്തത്തിൽ ഏൽപ്പിച്ചു. പോകുമ്പം പറയുന്നുണ്ട്, എന്തേലും കുറവുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ അവൻ്റെ രണ്ടാമത്തെ വരവിൽ, അവൻ്റെ തിരിച്ചു വരവിൽ അതിന് ഫലമുണ്ട്. ആ ബോധ്യം ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. അങ്ങനെ ഒരു സ്നേഹസമൂഹമായി, ഇടവക സമൂഹമായി നമുക്ക് വളരാം. അപ്പസ്തലന്മാരുടെ പ്രബോധനം, അപ്പമറിയ ശുശ്രൂഷ, പ്രാർത്ഥന കൂട്ടായ്മ.